നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപ് ടൂറിസം വികസനം സജീവ ചർച്ചയാകും മുൻപ് തന്നെ കൊച്ചിയിൽ നിന്നും ഒരു സൂപ്പർ ഹൈവേ ദ്വീപ് സമൂഹങ്ങളിലേക്ക് വെട്ടാൻ തുടങ്ങിയിരിക്കുന്നു. 2020 1000 ദിവസത്തെ ലക്ഷ്യം വെച്ച പണിത ആ സൂപ്പർ ഹൈവേ കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള സബ് മറൈൻ ഒപ്റ്റിക്കൽ കേബിൾ പദ്ധതിയാണ്. ലക്ഷദ്വീപിന്റെ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ട് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 11 ദ്വീപുകളെ ചുറ്റി 1944 കിലോമീറ്റർ നീളുന്ന ഒരു വമ്പൻ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ ആണിത്. ഇനി എന്തെല്ലാമാണ് ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ലക്ഷദ്വീപിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ഇതെങ്ങനെ സഹായിക്കും എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് സബ് മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ദ്വീപ് സമൂഹത്തിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആകെ മാറ്റിമറിച്ച പദ്ധതിയാണ് സബ് മറൈൻ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സാധ്യമായത്. ഇതുവരെ ലക്ഷദ്വീപ് സമൂഹത്തിൽ ഇന്റർനെറ്റ് സർവീസ് ലഭിച്ചിരുന്നത് സാറ്റലൈറ്റ് വഴിയായിരുന്നു. ഇതിന് വേഗം വളരെ കുറവായിരുന്നു. വേണ്ടത്ര നെറ്റ്വർക്ക് വേഗമില്ലാത്തതിനാൽ ഈ ഗവേണൻസ് പദ്ധതികൾ പോലെ ദ്വീപ് നിവാസികൾക്ക് ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികൾ പോലും പ്രതിസന്ധി നേരിട്ടിരുന്നു. വിനോദസഞ്ചാരികൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാൽ സബ് മറൈൻ കേബിൾ വന്നതോടെ ഇന്ത്യയിലെ മെയിൻ ലാൻഡിൽ കിട്ടുന്ന അതേ വേഗത്തിൽ ദ്വീപിലും ഇന്റർനെറ്റ് ലഭിച്ചു തുടങ്ങി. 2000 Gbps ആദ്യഘട്ടത്തിൽ കണക്ഷൻ ലഭിക്കുന്നത്. കൊച്ചിയിൽ നിന്നും തുടങ്ങി 11 ദ്വീപുകളെ കണക്ട് ചെയ്ത് കൊച്ചിയിൽ തന്നെ അവസാനിക്കുന്ന തരത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കുന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കരഭാഗവും ദ്വീപും കേബിളും വഴി ബന്ധിപ്പിക്കുന്നതിലൂടെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. കൊച്ചി കുഴിപ്പള്ളി ബീച്ചിന് സമീപമാണ് കരഭാഗത്തെ കേബിളിന്റെ ലാൻഡിംഗ് പോയിന്റ് ഉള്ളത്. പുതിയ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ വഴി 100 മടങ്ങ് വേഗത്തിൽ ഇന്റർനെറ്റ് ലഭിക്കുകയും ചെയ്യും. ഫൈബർ കേബിൾ പദ്ധതി ലക്ഷദ്വീപിൽ ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. 2020 ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിലാണ് നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ചത്. ഉപഗ്രഹങ്ങൾ വഴിയാണ് ഇതുവരെ ലക്ഷദ്വീപിൽ ഇന്റർനെറ്റ് നൽകിയിരുന്നത്. ഇതിന് പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ അത്ര വേഗം ലഭിക്കില്ല. വിനോദസഞ്ചാര വികസനം മുന്നിൽ കാണുന്ന ദ്വീപിന് അതിവേഗ ഇന്റർനെറ്റ് ഏറ്റവും ആവശ്യമായ അടിസ്ഥാന സൗകര്യമാണെന്ന് നേരത്തെ പല ദ്വീപുകളിലും ഇന്റർനെറ്റ് വേഗം വളരെ കുറവായിരുന്നു. പുതിയ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ വഴി 100 മടങ്ങ് വേഗത്തിൽ ഇന്റർനെറ്റ് ദ്വീപിൽ ലഭിക്കും. ഫൈബർ കേബിൾ പദ്ധതി ലക്ഷദ്വീപിൽ ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പ്. 2020 ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ചത്. ഉപഗ്രഹങ്ങൾ വഴിയാണ് ഇതുവരെ ലക്ഷദ്വീപിൽ ഇന്റർനെറ്റ് നൽകിയിരുന്നത്. ഇതിന് പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ അത്ര വേഗം ലഭിച്ചിരുന്നില്ല. വിനോദസഞ്ചാര വികസനം മുന്നിൽ കാണുന്ന ദ്വീപിന് അതിവേഗ ഇന്റർനെറ്റ് ഏറ്റവും ആവശ്യമായ അടിസ്ഥാന സൗകര്യമാണ്. നേരത്തെ പല ദ്വീപുകളിലും ഇന്റർനെറ്റ് വേഗം വളരെ കുറവായിരുന്നു. കൂടാതെ മൊബൈൽ ഫോൺ കണക്ടിവിറ്റിയും പല പ്രദേശങ്ങളിലും ലഭ്യമായിരുന്നു. പല വേഗത്തിൽ ഇന്റർനെറ്റ് എത്തുന്നതോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു. കൊച്ചിയിൽ ലാൻഡിംഗ് പോയിന്റ് ഉള്ള 3ാമത്തെ സബ് മറൈൻ കേബിളാണ് കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ്. 39 രാജ്യങ്ങൾ കണക്ട് ചെയ്യുന്ന CMEV എന്ന ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റേൺ യൂറോപ്പ് എന്നീ 4 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന സേഫ് എന്നീ സബ് മറൈൻ കേബിളുകളുടെ ഒരു ലാൻഡിംഗ് പോയിന്റ് കൊച്ചിയിലാണ്. 39,000 കിലോമീറ്റർ നീളം വരുന്ന CMEV3 രാജ്യത്ത് മുംബൈയിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. 92 ടെലികോം ഇന്റർവേഴ്സ് ചേർന്നുള്ള കൺസോർഷ്യത്തിന്റെ കീഴിലാണ് ഇതുള്ളത്. 13,500 കിലോമീറ്ററാണ് സേഫ് സബ് മറൈൻ ഡ്രൈവ് കേബിളുകളുടെ ആകെ നീളം. ലക്ഷദ്വീപിലേക്കുള്ള സബ് മറൈൻ കേബിൾ പദ്ധതി വരും മുൻപ് 2020 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലേക്കും സബ് മറൈൻ കേബിൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു. 2313 കിലോമീറ്റർ ദൂരത്തിൽ ചെന്നൈയിൽ നിന്നും പോർട്ട് ബെയറിലേക്കും അവിടെ നിന്നും മറ്റു ദ്വീപ് സമൂഹങ്ങളിലേക്കുമായിരുന്നു കേബിൾ വലിച്ചിരുന്നത്. 1224 കോടി രൂപയായിരുന്നു ഈ പദ്ധതിയുടെ ആകെ ചെലവ്. ഈ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്നതോടെ ലക്ഷദ്വീപിന്റെ മുഖച്ഛായ തന്നെ മാറും. ലക്ഷദ്വീപിന്റെ മുഖച്ഛായ മാറിയാൽ ഇന്ത്യയിലെ ടൂറിസത്തിന്റെ മുഖച്ഛായ മാറുമെന്നത് ഉറപ്പ് തന്നെയാണ്.